എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവമുണ്ട്. കേൾക്കണ്ടല്ലോ അല്ലേ? അദ്ദേഹം എറണാകുളത്ത് കൊച്ചിയിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതാ. ആദ്യമായിട്ടാണ് ആ വീട്ടിൽ പോണത്. ഇത്രയും കാലം ആ ചങ്ങാതി ഇദ്ദേഹത്തെ ആ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല, ക്ഷണിച്ചിട്ടില്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ആ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായി. കാരണം വീട് എന്ന് പറയാനൊരു വീട് അവിടെ ഇല്ല, ഒരു ചെറിയ കുടിൽ മാത്രമേ, ചെറിയ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു ചെറിയ കുടിൽ. അങ്ങനെ അവർ കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോരാ, കോഴിക്കോട്ടേക്ക് പോരാ. പക്ഷെ കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറച്ചും ആ വീടാണ്. ഭയങ്കര സങ്കടമായി. അങ്ങനെ കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ വരുന്ന സമയത്ത് ഷൊർണൂരിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ 2 ചങ്ങാതിമാർ ട്രെയിനിലേക്ക് കയറി. ഒരാൾ നല്ല സമ്പന്നനാണ്, നല്ല മനുഷ്യനുമാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം ആ വീടിനെ കുറിച്ച് പറഞ്ഞു. ഒരു ചെറിയ വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ? അവരത്രയും ആവശ്യമുള്ള ആളുകളാണ്. അപ്പം അദ്ദേഹത്തിനത് താല്പര്യമായി. അദ്ദേഹം അഡ്രസ്സൊക്കെ ചോദിച്ചു വാങ്ങി. ആ യാത്ര അവസാനിച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, 2 മാസങ്ങൾ കഴിഞ്ഞു. അപ്പം ഇദ്ദേഹത്തിനൊരു ഫോൺ കോൾ വന്നു. വിളിക്കുന്നത് ആരാണെന്നറിയോ? കൊച്ചിയിലെ ആ സുഹൃത്താണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചങ്ങാതി വന്നിരുന്നു, നമുക്കൊരു കുഞ്ഞു വീട് പണിത് തന്നു, ഞങ്ങൾക്ക് വല്ലാത്ത ആശ്വാസമായി. അദ്ദേഹം ഞങ്ങളുടെ ഒരു സൽക്കാരത്തിന് പോലും നിന്നില്ല. ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ കടപ്പാട് നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കണം. ഇദ്ദേഹം വേഗം ഫോൺ എടുത്തിട്ട് ആ സുഹൃത്തിനെ വിളിച്ചു. എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ പോകുന്ന കാര്യം? ആ വീട് പണിയുന്ന കാര്യം എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഏത് വീട്? അപ്പൊ ആ വീട് പണിത് കൊടുത്തില്ലേ? ഇല്ല, ഞാനവിടെ പോയിട്ടില്ല. ഓരോ തിരക്കുകളിൽ അത് പെട്ട് ഞാനത് മറന്നുപോയി. ഇദ്ദേഹം ആകെ അമ്പരുന്നു. പിന്നെ ആരാണ് ആ വീട് പണിത് കൊടുത്തത്? ആരാണ്? കൂടെ ഉണ്ടായിരുന്ന മറ്റേ സുഹൃത്താണ്. അദ്ദേഹം അയാളോട് വിഷയം പറഞ്ഞിട്ടേ ഇല്ല. ഒരു ചെറിയ അധ്യാപകനാണ്, ഒരു LP സ്കൂളിലോ UP സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ദുഃഖങ്ങൾ അറിയുമ്പോൾ, ഒരു മനുഷ്യൻ്റെ മുറിവ് കാണുമ്പോൾ ഉള്ളിലിങ്ങനെ പൊടിയുന്ന കനിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പേരാണ് ഹ്യൂമാനിറ്റി. അതിങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മയിലാണ് ഇത്തരമൊരു സ്ഥാപനം ഇവിടെ പണിതുയർത്തുന്നത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതൊരു നാമപദമല്ല, അതൊരു ക്രിയാരൂപമാണ്. അതൊരു നൗണല്ല, അതൊരു വെർബായിരുന്നു. അതാണ് ആ പേരിൻ്റെ പ്രത്യേകത. അതൊരു നൗണല്ല, അതൊരു വെർബായിരുന്നു. 73-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ ബാക്കിയാക്കിയ കുറേ കർമ്മകാണ്ഡങ്ങളുടെ, വിശിഷ്ടമായ ഓർമ്മകളുടെ, ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളുടെ, ബാക്കിയാകുന്ന കർമ്മങ്ങളുടെ ഒക്കെ പേരാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഭയം എന്നൊരു വാക്കുണ്ടല്ലോ, ഭയം. കന്നഡയിൽ എന്താ പറയുക? ഭയം തന്നെ അല്ലേ? ഭയ. ഭയം എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എന്താണ്? ഭയം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്,
ഇതേപോലെ ഡോക്ടർ അമീർ അലിയുടെ ഒക്കെ അതേപോലെ ഇങ്ങനെ മനുഷ്യൻ്റെ വേദനകളിൽ നിന്ന് വേദനകളിലേക്ക് പാഞ്ഞു നടക്കുന്ന ഒരു സുഹൃത്താണ്. കൊയിലാണ്ടിയിലാണ്, യൂനുസ് എന്നാണ് പേര്. അവന് എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. പാലിയേറ്റീവ് കെയറിലൊക്കെ ഉള്ള ആളാണ്. അപ്പം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വോളണ്ടിയേഴ്സും ഒക്കെ ഒരു ദിവസം ഒരു രോഗിയുടെ അടുത്തേക്ക് ചെന്നതാണ്. ബാബു എന്നാണ് ആ രോഗിയുടെ പേര്. നല്ല പ്രയാസത്തിലാണ്, കിടപ്പിലായ ആളാണ്. ഇവരിങ്ങനെ തുടർച്ചയായിട്ട് ചെല്ലും ബാബുവിൻ്റെ അടുത്തേക്ക്. ഓരോ ആഴ്ചയിലും ഇവരിങ്ങനെ ഹോം കെയറിന് പോകുന്നത് പതിവായി. ഒരു ദിവസം ബാബു യൂനിസിൻ്റെ കയ്യിലേക്ക് ഒരു ബോട്ടിൽ കൊടുത്തു, ചെറിയൊരു കുപ്പി. എന്നിട്ട് പറഞ്ഞു, അതെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളഞ്ഞോളൂ. അപ്പോൾ യൂനിസ് ചോദിച്ചത് എന്താണ്? ബാബു പറഞ്ഞു, അത് പോയിസണാണ്, വിഷത്തിൻ്റെ കുപ്പിയാണ്. എനിക്കാകെയുള്ളത് ഒരു അമ്മയും ഒരു പശുവുമാണ്. പശു എൻ്റെ വരുമാനമാണ്, അമ്മ എൻ്റെ എല്ലാമാണ്. ഇതിലേതെങ്കിലും ഒരാൾ അവസാനിച്ചാൽ അന്നെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തലയിണയുടെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണിത്. പക്ഷേ ഇനി എനിക്കിത് വേണ്ട, എനിക്ക് നിങ്ങളുണ്ട്, എനിക്ക് നിങ്ങളുണ്ട്. ഭയം എന്നുള്ള വാക്കിൻ്റെ വിപരീതം എന്താണ്? അഭയമാണ്, ഷെൽട്ടർ. അഭയം. സത്യം അസത്യം, ഹിംസ അഹിംസ, ഭയം അഭയം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന ആ അഭയബോധം ഉണ്ടല്ലോ, അതിലൂടെ ലഭിക്കുന്ന ധൈര്യമുണ്ടല്ലോ, അതാണ്. മർത്യൻ എന്നൊരു പേരുണ്ടല്ലോ മനുഷ്യന്, അല്ലേ? മർത്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ ഇങ്ങനെ പറയും, മനുഷ്യൻ, മർത്യൻ എന്നൊക്കെ പറയില്ലേ? മർത്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? മരിച്ചു പോകുന്നവൻ എന്നാണ്. മൃതിയുള്ളവനാണ് മർത്യൻ. ജനനം എന്നൊരു വാതിലിലൂടെ ഇങ്ങനെ വന്നിട്ട് മരണം എന്നൊരു വാതിലിലൂടെ ഇങ്ങനെ തിരിച്ചു പോകുന്നതിന് മുമ്പുള്ള എണ്ണിയാൽ കിട്ടുന്ന അത്രയും കുറച്ച് ശ്വാസനേരങ്ങളുടെ പേരാണ് മനുഷ്യന്റെ ജീവിതം. ജീവിച്ച വർഷങ്ങൾ പ്രധാനമേ അല്ല, വർഷിച്ച ജീവിതമാണ് പ്രധാനം. CH മുഹമ്മദ് കോയ ജീവിച്ചത് 56 കൊല്ലമാണ്. 56 കൊല്ലം. ഒരു മലയാളിക്ക് എത്താവുന്ന എല്ലാ ഉയരങ്ങളിലും എത്തിയ മനുഷ്യനാണ്. മുഖ്യമന്ത്രി പദവി മുതൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച പുനീത് രാജ്കുമാർ ഇങ്ങോട്ടിങ്ങനെ വരുമ്പോൾ കാണുന്നുണ്ട് അദ്ദേഹം ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിൽ എത്രത്തോളമുണ്ട് എന്ന്. അത്രയധികമുണ്ട്. അഭിനയം കൊണ്ട് മാത്രമല്ലല്ലോ, അത് അടയാളപ്പെടുത്തിയ ഒരു ജീവിതം കൊണ്ടുകൂടിയാണത്. 46 വയസ്സൊക്കെ മതി. 48 വയസ്സ് വരെയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജീവിച്ചത്. അതിൽ 10 കൊല്ലം ജയിലിലായിരുന്നു. 63 കൊല്ലമാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. 63 കൊല്ലം എത്ര ചെറിയൊരു കാലയളവാണ്. പക്ഷെ അടയാളപ്പെടുത്തിയ ആയുസ്സോ. TV കൊച്ചുബാവ എന്ന ഒരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൽ ഒരു കഥാപാത്രം പറയുന്നൊരു വാക്കുണ്ട്. നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെക്കേണ്ട വാക്കാണ്. എന്താണെന്നറിയോ? നീ ജീവിച്ചു, ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ശരി, പക്ഷെ എന്തത്ഭുതമാണ് ചെയ്തത്? ജനിച്ചു, ജീവിച്ചു, മരിച്ചു, പക്ഷെ എന്തത്ഭുതമാണ് ചെയ്തത് എന്ന ഒരു ചോദ്യം അവനവൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുമ്പോൾ അതിന് കൊടുക്കാനുള്ള ചില ഉത്തരങ്ങൾ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും കരുതി വെക്കേണ്ടതുണ്ട്.
അതിനുള്ള ഒരവസരമാണ് ഇത്. പാലിയേറ്റീവ് ക്ലിനിക്, ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി. എന്തൊരു മനോഹരമായ പേരാണത്. സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി മനുഷ്യത്വത്തിൻ്റെ കേന്ദ്രമാണ്. മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ അതിന് പരിഹാരം കണ്ടെത്തുന്ന കേന്ദ്രമാണ്. ചോരയ്ക്ക് മാത്രമല്ല, കണ്ണീരിനും. ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഒരേ നിറമാണ്. ചോരയ്ക്ക് എല്ലാ സ്ഥലത്തും ഒരേ നിറമാണെന്ന് പറയില്ലേ? ചോരയ്ക്ക് മാത്രമാണോ? കണ്ണീരിനും എല്ലാ സ്ഥലങ്ങളിലും ഒരേ നിറമാണ്. യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഒരായുസ് കൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് 39 വയസ്സായി. ഈ നിമിഷത്തിൽ ഞാൻ TV കൊച്ചുബാവയുടെ കഥാപാത്രം ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ എന്താണ് എൻ്റെ കയ്യിലെ ഉത്തരം? നീ ജനിച്ചു, നീ ജീവിച്ചു, നീ മരിച്ചു, പക്ഷെ എന്ത് അത്ഭുതമാണ് ചെയ്തത്? ഒരു വലിയ ഉസ്താദ് ഉണ്ടായിരുന്നു, വലിയൊരു മാസ്റ്റർ. ആ മാസ്റ്ററുടെ കീഴിൽ കുറേ ആളുകൾ പഠിക്കാൻ വരും. 2 ആളുകൾ വന്നു. ആ 2 ആളുകൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് മാഷ് 2 ആളുടെയും കയ്യിൽ ഓരോ രൂപ കൊടുത്തു, 1 രൂപയുടെ നാണയം. എന്നിട്ട് പറഞ്ഞു, ഈ 1 രൂപയുടെ നാണയം കൊണ്ട് എന്താണോ കിട്ടുക അത് വാങ്ങിയിട്ട് ഒരു റൂം മുഴുവനും നിറക്കണം. 2 ആൾക്ക് ഓരോ റൂം കൊടുത്തു. ആ റൂം മുഴുവനും നിറക്കണം. പക്ഷെ നിറക്കാൻ ആകെയുള്ളത് ഒരേ 1 രൂപയാണ്. ഒന്നാമത്തെ ആള് പെട്ടെന്ന് പരിഹാരം കണ്ടു. കാരണം ഏറ്റവും ചെറിയ വിലക്ക് കിട്ടുന്ന കുറേ മാലിന്യങ്ങൾ വാങ്ങിയിട്ട് ആ റൂമിൽ നിറച്ചു വെച്ചു. ഈസി. രണ്ടാമത്തെ ആൾ വേറൊരു സൂത്രമാണ് ചെയ്തത്. അങ്ങനെ ഗുരു ഇവരെന്താണ് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ റൂമിലേക്ക് വന്ന് ഗുരുവിന് ആ റൂമിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിഞ്ഞില്ല. അവിടെയുള്ള വാസന കൊണ്ട് ഗുരു പെട്ടെന്ന് പിന്മാറി. എന്നാൽ 2ാമത്തെ ആളുടെ റൂമിലേക്ക് ചെന്നപ്പോൾ 1 രൂപയുള്ളൂ. അതുകൊണ്ട് വാങ്ങാൻ കിട്ടുന്ന 2 സാധനങ്ങൾ അദ്ദേഹം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒന്ന് ഒരു മെഴുകുതിരിയായിരുന്നു, ഒന്ന് ഒരു ചന്ദനത്തിരിയായിരുന്നു. മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചു വെച്ചു. ആകെ നിറഞ്ഞു പ്രകാശം. ചന്ദനത്തിരി ഇങ്ങനെ കത്തിച്ചു വെച്ചു. ആകെ നിറഞ്ഞു സുഗന്ധം. ആ 1 രൂപയുടെ നാണയല്ലേ, അത് നമ്മുടെ ആയുസ്സാണ്. ആ മാസ്റ്റർ ഇല്ലേ, അത് പഠിച്ചവനാണ്, ഗോഡ്. മൂപ്പരിങ്ങനെ തന്ന ഒറ്റ നാണയമാണ് ആയുസ്. ആ റൂമാണ് നമ്മുടെ ജീവിതം. എന്താണ് നടക്കുന്നത്? അത്രയേ ഉള്ളൂ. മനുഷ്യരിലെ വൈവിധ്യങ്ങളെയും മനുഷ്യൻ്റെ സങ്കടങ്ങളെയും മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളെയും ഹൃദയപൂർവം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വികാസത്തിലേക്ക് ഒരാൾ വളരുന്നതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു സംഭവം പറയാം. മഴയുടെ പ്രയാസമുണ്ട്, എന്നാലും ഞാനിങ്ങനെ മെല്ലെ മെല്ലെ നിർത്തി പറയാം. ഖുർആനിൽ മൂസ എന്ന പ്രവാചകനെ കുറിച്ച് പറയുന്നില്ലേ? മൂസാ നബി അലൈഹിസ്സലാം. ബൈബിളിൽ മോസെ പ്രവാചകൻ അല്ലെങ്കിൽ മോസസ് പ്രവാചകൻ. അദ്ദേഹത്തിന് പഠിച്ചവൻ ഒരു ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട്. ആ ഡ്യൂട്ടി എന്താണ്? ആ നാട്ടിലെ ഏറ്റവും ധിക്കാരിയായ അഹങ്കാരിയായ ഒരാളുടെ അടുത്തേക്ക് പോകണം. അയാളുടെ പേര് ഫറോവ എന്നാണ്. ആ ഫറോവയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് മൂസാ പ്രവാചകൻ പഠിച്ചവനോട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയായിരിക്കും. അത്രയും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന അതിമനോഹരമായൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബി ഇശ്റഹ്ലി സദ്രി.
എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? ദൈവമേ, എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ ആണല്ലോ, അല്ലേ? എങ്ങോട്ടാ പോകുന്നത്? ആ നാട്ടിലെ ഏറ്റവും അഹങ്കാരിയായ ആളുടെ അടുത്തേക്കാണ്. മൂസാ നബി ചെന്ന് പറയുന്ന കാര്യം അയാൾ സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ മൂസാ നബി ശരിക്കും പ്രാർത്ഥിക്കേണ്ടിയിരുന്ന പ്രാർത്ഥന എന്താണ്? പടച്ചോനെ, ഞാൻ പറയുന്ന കാര്യം സ്വീകരിക്കാൻ ആ മനുഷ്യൻ്റെ മനസ്സ് നീ വിശാലമാക്കി കൊടുക്കണേ എന്നായിരുന്നില്ലേ? ആയിരുന്നില്ലേ? പക്ഷേ മൂസാ നബി പ്രാർത്ഥിച്ചത് എന്താണ്? അയാൾ എങ്ങനെയുള്ള ടൈപ്പായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനെ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ എന്നാണ്. ചെറിയ കാര്യമാണോ? നമ്മൾ നടക്കുന്ന എല്ലാ വഴികളിലും ഇതേപോലെ കാർപ്പറ്റ് വിരിക്കാൻ കഴിയുമോ? ഇല്ല. പക്ഷെ ഒരു ചെറിയ കാര്യം ചെയ്യാം, നമ്മുടെ കാലിൽ ഒരു ചെരുപ്പിടാം. അതാണ് റബ്ബിശ്റഹ് ലി സുദ്രി. എല്ലാ മനുഷ്യരിലെയും വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, അതെന്താണ്? മനുഷ്യരുടെ എല്ലാ വൈവിധ്യങ്ങളെയും സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യാൻ നമുക്ക് കഴിയാം. അഹമ്മദ് ബുഖാത്തിർ എന്ന ഒരു അറബി പാട്ടുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര രസമുള്ളൊരു പാട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം. മൈ വൈഫ് എന്നാണ് ആ പാട്ടിൻ്റെ പേര്. അഹമ്മദ് ബുഖാത്തിർ, വൈഫിനെ കുറിച്ചുള്ള പാട്ടാണ്. അതിൽ അദ്ദേഹം പറയുന്നൊരു വരി ഇങ്ങനെയാണ്, അറബിയിൽ ഇങ്ങനെയാണ്: ഉഹിബ്ബുക്കി കൈഫ മാ കുൻതി. അർത്ഥം ഇങ്ങനെയാണ്: ഐ ലവ് യു ആസ് യു ആർ. നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപമാണത്. സാധാരണ നമ്മൾ ആരെയും സ്നേഹിക്കുക? നമുക്ക് പറ്റുന്ന ചില മനുഷ്യരെയാണ് സ്നേഹിക്കുക. നമ്മുടെ ഫോട്ടോ കോപ്പി ആയിട്ടുള്ള മനുഷ്യർ, നമ്മൾ പറയുന്നതൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്ന മനുഷ്യർ, അല്ലേ? അവിടുന്ന് ഒരാൾക്ക് എത്ര വലുതാകാൻ കഴിയുന്നുണ്ടോ അത്രയുമാണ് ഒരാളുടെ ഹ്യൂമാനിറ്റിയുടെ വളർച്ച. അതാണ് വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ പറഞ്ഞ, ഈ ലോകത്തെ അതിൻ്റെ എല്ലാ പോരായ്മകളോടുകൂടിയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. മനുഷ്യരുടെ ആ വൈവിധ്യങ്ങളെ ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് ഒരാളിലെ ഉള്ളിലെ ഹ്യൂമാനിറ്റി വളരുന്നത്. അതിനൊറ്റ കാര്യമുള്ളൂ, അതെന്താണെന്നറിയാം നിങ്ങൾ? ഒരാളുടെ ഉള്ളിലെ എമ്പതി വളർത്തലാണത്. എന്താണ് എമ്പതി എന്ന് പറഞ്ഞാൽ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരാളുടെ അടുത്തൊരു കൗൺസിലറാണ്, സൈക്കോളജിക്കൽ കൗൺസിലറാണ്. ആ ആളുടെ അടുത്ത്, അതൊരു ലേഡിയായിരുന്നു, ആ ലേഡിയുടെ അടുത്ത് ഒരാൾ വിളിക്കുന്നു, ഒരു സ്ത്രീ വിളിക്കുന്നു, ഒരു ഉമ്മയാണ്. ആ ഉമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ മോളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു, ചെറിയ കാരണങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുന്നു. അടിച്ചു കഴിഞ്ഞാലോ എനിക്കാകെ സങ്കടമാവുകയും ചെയ്യും, എനിക്ക് റിഗ്രറ്റാണ്, പിന്നെ അടിക്കണ്ടില്ലായിരുന്നു എന്ന് ആലോചിക്കുക. പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ ഭയങ്കരമായിട്ട് അടിക്കും. എന്തു ചെയ്യും? പക്ഷെ ആ ലേഡി കൗൺസിലർ, അവരുടെ മനസ്സിൽ അപ്പം തോന്നിയൊരു കാര്യം, അത് അവരെന്നോട് പറഞ്ഞത് പടച്ചോൻ എനിക്ക് തോന്നിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു ആ ലേഡി കൗൺസിലർ. അത് സന്തോഷത്തോടു കൂടി പറയാൻ തോന്നുന്നൊരു കാര്യമായതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അവൾ ഈ ഉമ്മയോട് പറഞ്ഞു, ഒരു ചെറിയ കാര്യം ചോദിക്കാം ഉമ്മ, നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു തരണം. എന്താ പറഞ്ഞു തരേണ്ടത്? നിങ്ങൾ മോളെ ഉപദ്രവിച്ച ഓരോ കാര്യങ്ങളും, രാവിലെ മുതൽ അവൾ കിടന്നുറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഉമ്മയുടെ ഭാഗത്ത് നിന്നല്ല പറയണ്ടേ, മോളായിട്ട് പറഞ്ഞു തരണം. ആ മോള് എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. ഉമ്മ പറയാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് നിമിഷം മുതൽ വൈകുന്നേരം ഉറങ്ങുന്ന നിമിഷം മുതൽ വരെ ആ ഉമ്മയും മോളും തമ്മിലുള്ള ഒരു ഡീലിംഗ് ഇങ്ങനെ ആ മോള് പറയുന്നത് പോലെ ഉമ്മ പറഞ്ഞു കൊടുക്കും. പല പ്രാവശ്യം ഉമ്മ അടിച്ചിട്ടുണ്ട്, മോള് ചീത്ത പറഞ്ഞിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നല്ല വാക്കുകൾ വളരെ കുറച്ച്, കൂടുതലും വഴക്കാണ്.
കൂടുതൽ അടിയാണ്, കൂടുതൽ ഉപദ്രവമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം ആ ഉമ്മ ഒന്നും മിണ്ടുന്നില്ല. അവർ കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ ഉമ്മ എന്നോട് എന്താണോ ചെയ്തത് അതാണ് ഞാൻ എൻ്റെ കുട്ടിയോട് ചെയ്തുകൊണ്ടിരിക്കണേ. പാവം കുട്ടി അവളവിടെ കിടന്നുറങ്ങുന്നു. ആ ഉമ്മയിൽ നിന്നൊരു ദിവസം, ഒരു പകല് മുഴുവനും ആ കുട്ടിക്ക് കിട്ടുന്നത് മുഴുവനും അടിയും ഉപദ്രവങ്ങളും ദേഷ്യവുമാണ് കൂടുതൽ. അല്ലാത്തതും കുറച്ച് കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഉമ്മക്ക് മനസ്സിലായി എന്താണ് കാര്യം, എന്താണ് എമ്പതി. ഇതാണ് എമ്പതി. എൻ്റെ കണ്ണുകൊണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോഴേ കുറേ കുഴപ്പങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴോ, ആ കുട്ടിയുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴോ, അതിൻ്റെ പേരാണ് എമ്പതി. മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് കാണാൻ ശ്രമിക്കുന്നതിൻ്റെ പേരാണ് ഫീലിംഗ് വിത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയൂലേ, ഫീലിംഗ് വിത്ത്. അങ്ങനെ മനുഷ്യരൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര വഴക്കുകൾ കുറയുന്നു എന്നറിയോ. മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര വഴക്കുകൾ ഇല്ലാതാകുമായിരുന്നു എന്നറിയാം. നമ്മളൊന്ന് ശാന്തമായി ആലോചിക്കാൻ കുറച്ച് സമയം കൊടുത്തിരുന്നെങ്കിൽ എത്ര വഴക്കുകൾ ഇല്ലാതാകുമായിരുന്നു എന്നറിയാം. ഒരു മെസ്സേജ് വന്നിട്ട് അപ്പോൾ തന്നെ അതിന് മറുപടി ഒന്ന് കൊടുത്തില്ലായിരുന്നെങ്കിൽ എത്ര വഴക്കുകൾ ഇല്ലാതാകുമായിരുന്നു എന്നറിയാം. എത്ര ബ്ലോക്കിംഗ് കുറയുമായിരുന്നു എന്നറിയാം. നമ്മുടെ ബ്ലോക്ക് ലിസ്റ്റിൽ നിന്ന് എത്ര ആളുകളെ ഒഴിവാക്കായിരുന്നു എന്നറിയാം. നമ്മുടെ ബ്ലോക്ക് ലിസ്റ്റിലെ കുറേ ആളുകളുണ്ട് എന്നുള്ളത് നമ്മുടെ മഹത്വത്തിൻ്റെ ഒരടയാളവുമല്ല. നമുക്ക് മനുഷ്യരെ വെൽക്കം ചെയ്യാൻ കഴിയുന്നിടത്തുള്ള പോരായ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ബ്ലോക്ക് ലിസ്റ്റിലെ ആളുകൾ. ആളെ ബ്ലോക്കൊക്കെ ഈ മനസ്സിന് എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകളില്ലേ, അവരാദ്യം എന്താ ചെയ്യുക? എല്ലാ ആളുകളെയും അകറ്റുക ചെയ്യുക. മനസ്സിങ്ങനെ ചെറുതാകുന്നതിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ് ഒരാൾ മനുഷ്യരെ അകറ്റുന്നത്, ഡിറ്റാച്ച്ഡ് ആകുന്നത്. മനസ്സിങ്ങനെ വലുതാകുന്നതിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ് മനുഷ്യരെ വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ ഫീലിംഗ് വിത്ത് എന്ന് പറയുന്ന ഉദാത്തമായൊരു ഹൃദയവികാസമുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞ അലം നശ്റഹ് ലക സദ്റക എന്ന് പറഞ്ഞില്ലേ, അതാണത്. അത് നമ്മുടെ വീടിൻ്റെ അകത്തുനിന്ന് തുടങ്ങേണ്ടതാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ആ പാവം സ്ത്രീയെ ഒന്ന് ചെന്ന് സഹായിക്കുന്നതിൻ്റെ പേരാണ് ഫീലിംഗ് വിത്ത്. എന്താണെന്നറിയില്ല, ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് അവൾ നമ്മളോട് വന്നിട്ട് പറയുമ്പോൾ അവൾക്ക് വേണ്ടത് വേദനക്കുള്ള ഗുളികയല്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതിൻ്റെ പേരാണ് ഫീലിംഗ് വിത്ത്. ഇത് ആണിനും പെണ്ണിനൊക്കെ ആവശ്യമുള്ളതാണ്. പറയാതെ ഒരാൾ മനസ്സിലാക്കേണ്ടതാണത്. അതാണ് ഫീലിംഗ് വിത്ത്. പറയൊന്നും വേണ്ട, അതൊക്കെ മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് ഫീലിംഗ് വിത്ത്. നമുക്കൊരാൾക്ക് എന്തും കൊടുക്കാം. പൈസ ഇല്ലാത്ത ഒരാൾക്ക് പൈസ കൊടുക്കാം, അല്ലേ? പക്ഷേ നമുക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സംഗതിയുണ്ട്. അതെന്താണെന്നറിയോ? ആരോഗ്യം. അത് കൊടുക്കാൻ കഴിയില്ല. രോഗം കൊടുക്കാം. പടരുന്ന രോഗങ്ങളൊക്കെ ഇല്ലേ, രോഗം പടരും, പക്ഷെ ആരോഗ്യം പടരുമല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? രോഗം പടരും, പക്ഷെ ആരോഗ്യം പടരുമില്ല. ആരോഗ്യം ഒരാൾക്ക് വേറെ ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്? നമ്മുടെ സമയം, നമ്മുടെ പരിചരണം, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ശ്രദ്ധ. അതാണ് പാലിയേറ്റീവ് ക്ലിനിക്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ പോയിട്ട് സന്ദർശിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്താ പറഞ്ഞ്? രോഗികളെ പോയിട്ട് സന്ദർശിക്കണം. സന്ദർശിക്കണം എന്നാണ് പറയുന്നത് എങ്കിൽ അറബിയിൽ അതിന് സിയാറത്ത് എന്നാണ് പറയുക. ഖബറൊക്കെ പോയിട്ട് നമ്മൾ സന്ദർശിക്കൂലേ, അതിനെന്താ പറയുക? സിയാറത്ത്. നമ്മളവിടെ ഇങ്ങനെ നിന്നാൽ മതി, ഒന്നും ചെയ്യാനില്ല. പക്ഷെ നബി പറഞ്ഞത് എന്താണെന്നറിയോ? സിയാറത്ത് എന്ന വാക്കല്ല ഉപയോഗിച്ചത്. നിങ്ങൾ നബി വചനങ്ങളൊക്കെ എടുത്തു നോക്കൂ. രോഗികളെ പോയിട്ട് കാണാൻ പറയുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാം?
അയ്യാദത്ത് എന്നാണ് പറഞ്ഞുള്ളത്. അയ്യാദത്തുൽ മരീദ്. എന്താണ് അയ്യാദത്തുൽ മരീദ് എന്ന് പറഞ്ഞാൽ? രോഗിയെ ശുശ്രൂഷിക്കലാണ്. അവിടെ എങ്ങനെ നിൽക്കാനല്ല, അവിടെ പാലിയേറ്റീവ് കെയർ നടത്താനാണ് പറഞ്ഞത്. അയാളിങ്ങനെ എഴുന്നേറ്റിരിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ ഒന്നിങ്ങനെ എഴുന്നേറ്റിരുത്താൻ സഹായിക്കുന്നതിൻ്റെ പേരാണത്. ഒന്ന് അങ്ങാടിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ഇങ്ങനെ കോരിയെടുത്തിട്ട് അങ്ങാടിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പേരാണത്. കടൽ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ഒരു രോഗിയെ ഇങ്ങനെ കോരിയെടുത്തിട്ട് ഒരു കടൽ കാണിച്ചു കൊടുക്കലാണത്. ആ പായയിൽ കിടന്ന് 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 പുറം പൊട്ടിപ്പോയൊരു മനുഷ്യന് ഒരു വാട്ടർ ബെഡ് വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ പേരാണത്. നടക്കാൻ കഴിയാത്തൊരു മനുഷ്യനൊരു വീൽ ചെയർ സമ്മാനിക്കുന്നതിൻ്റെ പേരാണത്. എന്ത്? ഇയാദത്തുൽ മരീദ്. അപ്പോഴാണ് നമുക്ക് അവിടെ രോഗം മാത്രമല്ല പ്രശ്നം എന്ന് മനസ്സിലാവുക. സിയാറത്തിൽ അത് മനസ്സിലാവില്ല. ഞങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരാളുണ്ട്, റംഷാദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇതിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്, കോഴിക്കോട്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹവും സുഹൃത്തുക്കളും ഒരു രോഗിയുടെ വീട്ടിലേക്ക് പോകുന്നു. ആ രോഗിയെ മാത്രം കണ്ട് മരുന്ന് കൊടുത്ത് തിരിച്ചു പോന്നിരുന്നെങ്കിൽ അവർക്കൊന്നും മനസ്സിലാകില്ലായിരുന്നു. പക്ഷെ ആ കുടുംബത്തെ അവർ അടുത്തറിയാൻ തുടങ്ങി. എന്താണെന്നറിയോ? വലിയ വീടാ, പക്ഷേ 1 മാസത്തിലേറെയായി അവിടെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ ലിനൻ്റെ ഒക്കെ തുണി ഉണ്ടല്ലോ, ഇത് കഴുകാൻ എന്ന പേരിൽ അയൽപ്പക്കത്ത് നിന്ന് കഞ്ഞിവെള്ളം വാങ്ങും. ആ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് മാസങ്ങളോളം കഴിഞ്ഞൊരു കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അവിടെയുള്ള കുട്ടി മൈലാഞ്ചി ഇടാൻ മിടുക്കിയാണ്. അങ്ങനെ മൈലാഞ്ചി ഇടാൻ പോകും. അതിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം, അതുകൊണ്ടാണ് ജീവിച്ചത്. അങ്ങനെ മൈലാഞ്ചി ഇടാൻ പോയൊരു വീട്ടിൽ വെച്ചിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ആരോ അവളെ വഴക്ക് പറയുന്നു, കുടുംബത്തിലുള്ള ആരോ, എന്തിനാ നീ മൈലാഞ്ചി ഇടാൻ പോകുന്നതെന്നൊക്കെ. അവൾക്ക് സങ്കടമായി. അവൾ തൊട്ടപ്പുറത്ത് റെയിൽ പാളമുണ്ട്, അവിടെ പോയിട്ട് ട്രെയിനിന് മുന്നിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു. ആ കുടുംബത്തിൻ്റെ എല്ലാ മാർഗങ്ങളും അറ്റുപോവാണ്. അങ്ങനെ ആ കുടുംബത്തെ സംരക്ഷിച്ച ഒരു സംഭവം അദ്ദേഹം പറയുണ്ടായി. ഇതിൻ്റെ പേരാണ് ഇയാദത്തുൽ മരീദ്. സിയാറത്തല്ല, ഇയാദത്ത്. എന്താണ് ഇയാദത്ത്? അവിടെ ചിലപ്പോൾ സംരക്ഷണം വേണ്ടി വരും, ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും, ചിലപ്പോൾ മരുന്ന് കൊടുത്താൽ മതിയാവും, ചിലപ്പോൾ അവിടുത്തെ കുട്ടിക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ അവിടുത്തെ കുട്ടിക്ക് ബാഗ് വാങ്ങിക്കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ ഒക്കെ പേരാണെന്ത്? ഇയാദത്തുൽ മരീദ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അപ്പോൾ നിങ്ങളുടെ ഭാര്യയും ഒരു യാത്ര പോകുകയാണെന്ന് വിചാരിച്ചു, ഹജ്ജിന് പോകുകയാണെന്ന് വിചാരിച്ചു. ആ സമയത്ത് നിങ്ങളുടെ മക്കൾ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താണ്? നിങ്ങളുടെ മക്കൾക്ക് കുറേ നിർദ്ദേശങ്ങൾ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണേ. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, മരുന്ന് ആളുകളെ സഹായിക്കണം, അയൽക്കാരോട് നല്ല രീതിയിൽ പെരുമാറണം, യാചകരൊക്കെ വന്നാൽ എന്തെങ്കിലും സഹായിക്കണം എന്നൊക്കെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ കൊടുക്കുകയാണ് മക്കൾക്ക്. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ എന്താ കാണുന്നതെന്നറിയോ? എന്താ കാണുന്നത്? കുട്ടികളിത് വായിച്ചുകൊണ്ടിരിക്കുക. സത്യം മാത്രമേ പറയാവൂ, ആരെയും ചതിക്കാൻ പാടില്ല, ആരെയും പറ്റിക്കാൻ പാടില്ല, യാചകർ വന്നാൽ സഹായിക്കണം, മനുഷ്യരെ കണ്ടറിഞ്ഞിട്ട് അവർക്ക് സഹായങ്ങൾ കൊടുക്കണം, അയൽക്കാരോട് നല്ല രീതിയിൽ പെരുമാറണം എന്നൊക്കെ നിങ്ങൾ എഴുതി കൊടുത്ത ആ പേപ്പർ വായിച്ചു കൊണ്ടിരിക്കാനാണോ നിങ്ങളത് എഴുതി കൊടുത്തത്? ആണോ? ഇത് നടത്താനല്ലേ? അല്ലേ? ഇതിൻ്റെ പേരാണ് വേദഗ്രന്ഥം. ഇത് വായിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, നടപ്പിലാക്കാനുള്ളതിൻ്റെ പേരാണ്. വായിക്കുന്നതിന് പുണ്യമുള്ള ഗ്രന്ഥമാണ് വേദഗ്രന്ഥം. പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല അത് തന്നിട്ടുള്ളത്. ഓരോ വാക്കിനും ഓരോ അക്ഷരങ്ങൾക്കും പുണ്യമുണ്ട്, അത് വേറെ കാര്യമാണ്. പക്ഷെ ഇത് തന്നത് എന്തിനാണ്? അത് വായിച്ചുകൊണ്ടിരിക്കാനല്ല, നടപ്പിലാക്കാനാണ്. അങ്ങനെ നടപ്പിലാക്കുന്നതിൻ്റെ ഏറ്റവും മനോഹരമായൊരു ദൃശ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി. ജപ്പാനിലൊരു വലിയനുണ്ടായിരുന്നേ, അദ്ദേഹത്തിൻ്റെ പേര് മിത്സുഷി എന്നാണ്.
ഓർമ്മിച്ച് വെക്കണേ. എന്താണ്? മിത്സുഷി. അദ്ദേഹത്തിന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ബുദ്ധമത പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബുദ്ധമത ഗ്രന്ഥങ്ങളുണ്ടല്ലോ അത് ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണം. അദ്ദേഹം പരിഭാഷപ്പെടുത്താനുള്ള ആളുകളൊക്കെ തയ്യാറാക്കി. പക്ഷെ അതിന് വലിയ സാമ്പത്തിക ചെലവുണ്ടല്ലോ, അപ്പോൾ പൈസയില്ല. അങ്ങനെ അദ്ദേഹം ഓരോ വീടുകളിലും കയറിയിട്ട് അതിനാവശ്യമുള്ള പൈസ ഉണ്ടാക്കി. 10,000 രൂപ, സപ്പോസ് 10,000 രൂപ ഉണ്ടാക്കി. അങ്ങനെ 10,000 രൂപ ഉണ്ടാക്കി. അതിൻ്റെ ട്രാൻസ്ലേഷൻ്റെ വർക്കൊക്കെ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ജപ്പാനിൽ വലിയ ഒരു പ്രളയമുണ്ടായത്. അങ്ങനെ പ്രളയത്തിൽ കുറേ ആളുകൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് കയറ്റാൻ വേണ്ടിയിട്ട് ആ പൈസ കൊടുത്തു. ട്രാൻസ്ലേഷൻ നടന്നില്ല. അങ്ങനെ 2ാമത്തെ വർഷവും ഇതേപോലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി പൈസ ഉണ്ടാക്കി. 10,000 രൂപ ഉണ്ടായി. ട്രാൻസ്ലേഷൻ്റെ വർക്ക് തുടങ്ങാൻ സമയത്ത് ഭൂകമ്പം ഉണ്ടായി. അവിടെ ഇത് നടന്ന കാര്യമാണ് കേട്ടോ. വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ട് ഇതേപോലെ വീടൊക്കെ നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കാൻ കുറേ ആളുകൾ ഇറങ്ങി. ആ ഫണ്ടിലേക്ക് ഇദ്ദേഹം ആ 10,000 രൂപ കൊടുത്തു. ട്രാൻസ്ലേഷൻ നടന്നില്ല. 3ാമത്തെ വർഷവും ഇതേപോലെ പൈസ സ്വരൂപിക്കുന്നു, പൈസ റെഡിയാകുന്നു, ട്രാൻസ്ലേഷൻ്റെ വർക്ക് തുടങ്ങുന്നു, ട്രാൻസ്ലേഷൻ്റെ വർക്ക് പൂർത്തിയാകുന്നു. തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആ പുസ്തകം പുറത്തിറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു മുഖവുര എഴുതൂലേ, അങ്ങനെ അദ്ദേഹം മുഖവുര എഴുതിയിട്ടുണ്ട്. ആ മുഖവുരയുടെ അവസാനത്തിൽ അദ്ദേഹം എഴുതിയ വാക്ക് ഇങ്ങനെയായിരുന്നു: ബുദ്ധമത ഗ്രന്ഥങ്ങളുടെ 3ാമത്തെ ട്രാൻസ്ലേഷനാണിത്. 3ാമത്തെ ട്രാൻസ്ലേഷനാണ് ഇത്. 1ാമത്തെയും 2ാമത്തെയും ട്രാൻസ്ലേഷൻ നിങ്ങളിലേക്ക് വന്നത് പുസ്തകങ്ങളായിട്ടല്ല, കാരുണ്യമുള്ള പ്രവർത്തനങ്ങളായിട്ടായിരുന്നു. 3ാമത്തെ ട്രാൻസ്ലേഷൻ പുസ്തകമായിട്ടും വരുന്നു. എന്താണ് വേദഗ്രന്ഥം? നടപ്പിലാക്കാനുള്ളതാണ്. കരയുന്ന മനുഷ്യനിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറയുന്നു. അവഗണിക്കപ്പെട്ട മനുഷ്യന് നേരെ നോക്കാൻ പറയുന്നു. നാവറുക്കപ്പെട്ടവന്റെ നാവായി മാറാൻ പറയുന്നു. ആട്ടിയകറ്റപ്പെട്ട മനുഷ്യരുടെ അഭയമായി മാറാൻ പറയുന്നു. ഭയമുള്ള മനുഷ്യർക്ക് ഷെൽട്ടറായി മാറാൻ പറയുന്നു. കണ്ണ് കാണാത്തൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അയാളെ ഇങ്ങനെ തോളിൽ പിടിച്ചിട്ട് നടക്കാൻ നമ്മൾ സഹായിക്കുമ്പോൾ എത്ര ചുവടുകളാണോ ആ മനുഷ്യൻ വെക്കുന്നത്, അത്രയും ചുവടുകൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ മഹാവെളിച്ചമായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു ചെറിയ കാര്യം അതും കൂടി ചെയ്തിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒരു സ്കൂളിൽ ഒരു PT മാഷുണ്ട്. ആ PT മാഷ് ആ സ്കൂളിലെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളെ ഇങ്ങനെ നിരനിരയായി നിർത്തിയേ, ഓക്കെ, ഇങ്ങനെ നിരനിരയായി നിർത്തി കുറേ കുട്ടികൾ. എന്നിട്ട് ഓടാൻ ആവശ്യമുള്ള ഒരു ഡെസ്റ്റിനേഷൻ കാണിച്ചു കൊടുത്തു. ഇവിടെയാണ് എത്തേണ്ടത്. ഇവിടെ ഈ ഡെസ്റ്റിനേഷനിലെത്തണം. ഈ കുട്ടികൾ ഓടി വരണം. എന്നിട്ട് ഓടിയിട്ട് ആദ്യം എത്തുന്നത് ആരാണോ അവർക്കുള്ളതാണ് സമ്മാനം. ഓക്കെ. പക്ഷെ മാഷ് അതിൻ്റെ മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞു. മാഷ് പറഞ്ഞു, അച്ഛനും അമ്മയും ജോലിക്കാരായ ആരൊക്കെയാണ് ഈ കൂട്ടത്തിലുള്ളത്? അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, രോഗമില്ല, നല്ല ആരോഗ്യമുണ്ട്, വളരെ സമ്പന്നമായ സുഖം സമൃദ്ധമായ കുടുംബം, വീടുണ്ട്, അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. അങ്ങനെയുള്ള ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഓടി വന്നു. മാഷ് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. പിന്നെ മാഷ് ചോദിച്ചു, അച്ഛൻ മരിച്ചുപോയ ആരൊക്കെയാണുള്ളത് എന്ന് ചോദിച്ചു. അച്ഛൻ മരിച്ചുപോയ ആരൊക്കെയാണുള്ളത്? അപ്പോൾ കുറച്ച് കുട്ടികൾ കൂടെ ഇങ്ങനെ ഓടി വന്നു. അമ്മ മരിച്ചുപോയ കുട്ടികൾ ആരൊക്കെയാണുള്ളതെന്ന് ചോദിച്ചു. അമ്മ മരിച്ചുപോയ കുട്ടികൾ. വീടില്ലാത്ത ആരൊക്കെയാണുള്ളത് എന്ന് ചോദിച്ചു. വീടില്ലാത്ത കുറേ ആളുകളെങ്കിലും. കൂടുതൽ സമ്പന്നതയും കൂടുതൽ സമൃദ്ധിയുമുള്ള ആളുകളൊക്കെ മുന്നിലേക്ക് വന്നു. ഞാനൊരു ചോദ്യത്തിൽ അവസാനിപ്പിച്ചതാണ്. മാഷ് കുറേ ചോദ്യങ്ങൾ. അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ളവർ, അച്ഛന് മാത്രം ജോലിയുള്ളവർ,
വീടുള്ള ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ പതുക്കെ 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 സങ്കടങ്ങളും വിഷമങ്ങളും രോഗങ്ങളും വീടില്ലാത്തവരും പണമില്ലാത്തവരുമായ ആളുകൾ പിറകിലൂടെ ഇങ്ങനെ വരി വരിയായി നിന്നു. എന്നിട്ട് മാഷ് കാണിച്ചു കൊടുത്തു, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനേഷനാണ്. ഓക്കെ, ഇവർക്ക് ഡെസ്റ്റിനേഷനിലെത്താൻ, ജീവിത വിജയമാകുന്ന ഡെസ്റ്റിനേഷനിലെത്താൻ, സക്സസ് എന്ന പോയിന്റിലേക്ക് ഇവർക്ക് എത്താൻ വളരെ കുറച്ച് അധ്വാനമേ ആവശ്യമുള്ളൂ. ഇവിടുന്ന് ഇത്ര വരേണ്ട കാര്യമുള്ളൂ. അവർക്ക് ഓക്കെയാണത്, എളുപ്പമാണ്. പക്ഷെ ഇവർക്ക് അത്ര എളുപ്പമല്ല അത്. ഇവർക്ക് അതിലേറെ പ്രയാസമാണ്. ഇവർക്കോ ചിലപ്പോൾ സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്രയും ദൂരെയാണ് അവരുടെ ഡെസ്റ്റിനേഷൻ. ഇവരതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്തത്രയും പിന്നിലാണ്. എന്നിട്ട് മാഷ് പറഞ്ഞു കൊടുത്തു, ഇതാണ് ജീവിതത്തിൻ്റെയും അവസ്ഥ. എല്ലാവരും ഒരുപോലെയല്ല. അതാണ് ജീവിതം. പിരിയൻ ഗോവണി കണക്കേ ഒരു ജീവിതമാണ്. അടുത്ത വളവിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. സമൃദ്ധിയിൽ ജീവിച്ച എത്ര മനുഷ്യരാണ് അത്രയൊന്നും സമൃദ്ധമല്ലാത്ത അവസ്ഥകളിലേക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് എടുത്തെറിയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. ജോലി പോയി തിരിച്ചു വന്ന മനുഷ്യര്, മറ്റുള്ളവരുടെ സഹായത്തിലൂടെ ജീവിക്കേണ്ടി വന്ന മനുഷ്യര്, അവരാളുകളെ സഹായിച്ചിരുന്ന മനുഷ്യരാണ്. നിമിഷ നേരങ്ങൾ മതി, പിരിയൻ ഗോവണി കണക്കാണ്. അടുത്ത വളവിൽ എന്താണുള്ളതെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത അത്രയും വ്യത്യാസങ്ങളുള്ളൊരു ലോകമാണ്. ഇവിടെ മാഷ് പറഞ്ഞു കൊടുത്തു, ഇവരാകെ ചെയ്യേണ്ടത് ഇവർക്കൊന്ന് താങ്ങാവലാണ് എന്ന പാഠമാണ് മാഷ് പറഞ്ഞു കൊടുത്തത്. എന്തിനാണ് കൈ തന്നത്? ഇതാ നല്ല ആരോഗ്യമുള്ള കൈ എന്തിനാ തന്ന്? കൈയില്ലാത്ത ഒരു മനുഷ്യനെങ്കിലും ഇങ്ങനെ കൈപിടിക്കാനാണത്. എന്തിനാ കണ്ണ് തന്ന്? കണ്ണിങ്ങനെ കാണാൻ കഴിയുന്ന കാഴ്ച തന്നത് എന്തിനാണ്? കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെങ്കിലും നമ്മൾ ആശ്രയമായി മാറാനല്ലേ, അല്ലേ? കാതിങ്ങനെ തന്നിട്ടുണ്ട്, നടക്കാൻ കഴിയുന്നുണ്ട്, ഇരിക്കാൻ കഴിയുന്നുണ്ട്. ഇതില്ലാത്ത മനുഷ്യനെ കളിയാക്കാനുള്ളതല്ല. അവരെങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് തന്നതേ. സുമ്മല തുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം എന്ന് പറഞ്ഞത് അതാണ്. ആന്റണി ഡിമെല്ലോ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട് ഇംഗ്ലീഷിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്, പ്രയർ ഓഫ് ദ ഫ്രോഗ് എന്ന് പറഞ്ഞ് ഒരു 2-3 പുസ്തകങ്ങളുള്ള അതിലൊരു സ്റ്റോറി ഉണ്ട്. അതിങ്ങനെയാണ്, ഒരാൾ 2 ചങ്ങാതിമാരാ. അതിലൊരു ചങ്ങാതി യുദ്ധത്തിന് പോയതാ. അയാൾ ഇത്ര നേരമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഈ ചങ്ങാതിക്ക് ആകെ ബേജാറായി. ഇവൻ പറഞ്ഞു, എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോകണം. പക്ഷെ ബോസ് സമ്മതിക്കുന്നില്ല, യുദ്ധമാണ്, അങ്ങോട്ട് പോകണ്ട. അവൻ എന്തായാലും മരിച്ചിട്ടുണ്ടാവും. യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, അയാൾ മരിച്ചു വീണു. അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണ്ട എന്നാണ് മാഷ് അവന് ബോസ് അവനോട് പറഞ്ഞത്. പക്ഷെ ഇവന് പോയേ പറ്റൂ. അവസാനം ബോസ് സമ്മതിച്ചു, എന്നാ നീ പോയി വരൂ. അങ്ങനെ അവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ ചുമലിൽ അവൻ്റെ ചങ്ങാതിയുടെ മൃതദേഹം ഉണ്ടായിരുന്നു. ചങ്ങാതി മരിച്ചു. ബോസ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞില്ലേ അവൻ മരിച്ചിട്ടുണ്ടാവും, നീ വെറുതെ പോയില്ലേ, അവനെ ജീവനോടെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, ഞാൻ അവനെ ജീവനോടെ കണ്ടു. ഞാൻ ചെല്ലുന്ന സമയത്ത് അവനൊരു തരി ജീവൻ ഉണ്ടായിരുന്നു. അവൻ എന്നെ കണ്ടു. എന്നോടൊരൊറ്റ വാക്കേ അവൻ പറഞ്ഞുള്ളൂ, അത് പറയാനേ അവൻ ആയുസ്സുണ്ടായതുള്ളൂ. അത് പറഞ്ഞിട്ട് അവൻ മരിച്ചു. അവൻ എന്നോട് പറഞ്ഞു, എനിക്കറിയായിരുന്നടാ നീ ഇവിടെ എത്തുമെന്ന്. എനിക്കറിയായിരുന്നു നീ ഇവിടെ വരുമെന്ന്. നമ്മുടെ ഈ ആയുസ്സിൽ ഒരു മനുഷ്യനെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളോട്, എനിക്കറിയാമായിരുന്നു നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്, എനിക്കറിയാമായിരുന്നു ഈ കിറ്റ് കൊണ്ട് നിങ്ങൾ ഇവിടെ വരുമെന്ന്, എനിക്കറിയായിരുന്നു ഈ മരുന്നുമായി നിങ്ങൾ ഇവിടെ എത്തുമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ജീവിതം. താങ്ക് യു.